നിങ്ങൾക്ക് എല്ലാവർക്കും ലാബ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. നമുക്ക് അതിനകത്ത് ലാബ് ഇനി പഠിക്കാനുള്ള കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് ആണ്. സാർ എന്താണ് വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്? വൈവ ക്വസ്റ്റ്യൻസ് മെജോറിറ്റി നിങ്ങൾക്ക് ചോദിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡിലും പഠിച്ച C++ പ്രോഗ്രാംസ്, ദെൻ പിന്നെ അതിനകത്തുള്ള കണ്ടന്റ്സുകൾ, C+ പ്രോഗ്രാംസുകൾ ചോദിക്കത്തൊന്നുമില്ല. അതായത് അതിനകത്തുള്ള തിയറി പാർട്ടുകൾ, ദെൻ പിന്നെയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ വെബ് ടെക്നോളജിയിലുള്ള കോൺസെപ്റ്റുകൾ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് തരുന്ന പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ SQL ആണെങ്കിൽ SQL ക്വസ്റ്റ്യൻസ് ചോദിക്കും. C++ മസ്റ്റായിട്ട് എല്ലാവരും കിട്ടാറുണ്ട്. ദെൻ പിന്നെ HTML കിട്ടാറുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്താണ് മസ്റ്റായിട്ട് കിട്ടുന്നത് മെയിനായിട്ട് C++ ആണ്. ദെൻ പിന്നെ HTML ഓർ SQL ആണ് വരാറുള്ളത്. അപ്പൊ മെജോറിറ്റി എല്ലാ ആൾക്കാർക്ക് HTML ആണ് കിട്ടാറുള്ളത്. അപ്പൊ അതിനകത്തുള്ള തിയറീസ് ആയിരിക്കും ചോദിക്കാറുള്ളത്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ C++നകത്തുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെ ചോദിക്കാം? കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിലാണ് സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, ഇവിടെ വെക്കാം. എക്സ്പ്ലെയിൻ ടോക്കൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തിയറി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള അതേ രീതി വന്നിട്ടുണ്ട്. അതായത് ടോക്കൺസ് എന്ന് പറഞ്ഞായിരിക്കും ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി C++ പ്രോഗ്രാം ആണ് ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടോക്കൺസിന്റെ മറ്റൊരു പേരാണ് ലെക്സിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. കേട്ടോ, അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് പറയുക. നിങ്ങൾക്ക് അറിയാമെന്നുള്ള രീതിയിൽ തന്നെ പറയുക. ഒരിക്കലും ജസ്റ്റ് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പറയരുത്. കോൺഫിഡൻസോട് കൂടി തന്നെ പറയുക. പേടിക്കേണ്ട കാര്യമില്ല. കേട്ടോ, ജസ്റ്റ് ലെക്സിക്കൽ യൂണിറ്റ് മറ്റൊരു പേര്. ടോക്കൺസ് എത്ര ടൈപ്സ് ഉണ്ട് മകളെ? കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഇങ്ങനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പറയാം മക്കൾ, എന്താണ്? റൈറ്റ് ദ റൂൾസ് ഓഫ് ഐഡന്റി. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. കേട്ടോ, അതാണ് പറയുന്നത്. റൈറ്റ് ദ റൂൾസ് ഓഫ് ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സിന്റെ റൂൾസുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് റൂൾ ആണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത് നമ്മുടെ എന്തിന്റെ കോമ്പിനേഷൻ ആണ്? ആൽഫബറ്റ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോറിന്റെ കോമ്പിനേഷൻ ആണ്. പിന്നെന്താണ്? നമ്മുടെ ഐഡന്റിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ആൽഫബറ്റ് കൊണ്ടോ അണ്ടർസ്കോർ കൊണ്ടോ ആയിരിക്കും. കീവേഡ്സ് ഒരിക്കലും യൂസ് ചെയ്യത്തില്ല. പിന്നെന്താണ്? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സ്പേസുകൾ ഒന്നും യൂസ് ചെയ്യത്തില്ല. കേസ് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസുകൾ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. പ്ലസ് നമ്മുടെ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ സിന്റാക്സുകൾ നോക്കി വെച്ചേക്കുക. എലമെന്റ്സ് ഓഫ് ലൂപ്പ് നോക്കി വെച്ചേക്കുക. കേട്ടോ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ MD ടാഗ്, കണ്ടെയ്നർ ടാഗ്, എക്സാം എന്താണ് ഡിഫറൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് കണ്ടുവരാറുള്ളത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ കേസ് ബൈ.